നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നത് 1857 ശേഷം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട ദിവസം 1857 മെയ് 10. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റ്, ഉത്തർപ്രദേശ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൽ പാണ്ഡെ. മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 8. മംഗൽ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് 34 ബംഗാൾ ഇൻഫൻട്രി. ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേദ്കർ. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കപ്പെട്ടിരുന്നത് താമരയും ചപ്പാത്തി. വിപ്ലവകാരികൾ ഡൽഹിയുടെ ഭരണാധികാരിയായി അവരോധിച്ച മുഗൾ രാജാവ് ബഹദൂർ ഷാ രണ്ടാമൻ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു. 1857 വിപ്ലവത്തിൻ്റെ കാൺപൂരിലെ നേതാക്കൾ നാനാ സാഹിബ്, താന്തിയ തോപ്പി. 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവ് ബീഗം ഹസ്രത്ത് മഹൽ. 1857 വിപ്ലവത്തിൻ്റെ ഡൽഹിയിലെ നേതാവ് ജനറൽ ഫഖ്ർ ഖാൻ. 1857 വിപ്ലവത്തിൻ്റെ ഝാൻസിയിലെ നേതാവ് റാണി ലക്ഷ്മി ഭായ്. 1857 വിപ്ലവത്തിൻ്റെ ബീഹാറിലെ നേതാവ് കൻവർ സിംഗ്. 1857 വിപ്ലവത്തിൻ്റെ ബറേലിയയിലെ നേതാവ് ഖാൻ ബഹാദൂർ. 1857 വിപ്ലവത്തെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ഡിസ്റേലി. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ. 1857 വിപ്ലവത്തെ ആദ്യത്തേതുമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജൂംദാർ. 1857 വിപ്ലവത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാൽറിപ്പിൻ. 1857 വിപ്ലവം ബ്രിട്ടീഷുകാരുടെ ഇടയിൽ അറിയപ്പെട്ടത് ചെകുത്താൻ്റെ കാറ്റ്, ഡെവിൽസ് വിൻഡ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിക്കപ്പെട്ടത് റാണി ലക്ഷ്മി ഭായ്, മറ്റൊരു പേര് മണികർണിക. 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടത് റാണി ലക്ഷ്മി ഭായ്. മനു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിപ്ലവകാരി റാണി ലക്ഷ്മി ഭായ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന റാണി ലക്ഷ്മി ഭായിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. നാനാ സാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവ് താന്തിയ തോപ്പി. ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച വിപ്ലവകാരി താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പണ്ഡൂരംഗ്. താന്തിയ തോപ്പിയെ തൂക്കിലേറ്റിയ വർഷം 1859. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1927. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത് 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷൻ ആദ്യ ചെയർമാൻ ജോൺ സൈമൺ. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 7. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള പ്രധാന കാരണം കമ്മീഷനിൽ ഇന്ത്യക്കാർ ഇല്ലാത്തതിനാൽ. സൈമൺ കമ്മീഷനെതിരായുള്ള പ്രതിഷേധത്തിൽ പോലീസിൻ്റെ മർദ്ദനത്തിൽ മരിച്ച നേതാവ് ലാല ലജ്പത് റോയ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ലാല ലജ്പത് റോയ്. സൈമൺ കമ്മീഷൻ തിരിച്ചുപോയ വർഷം 1929 മാർച്ച് 3. നെഹ്റു റിപ്പോർട്ടിൻ്റെ അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു. നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1928. ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി വേണമെന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനം 1928 കൊൽക്കത്ത സമ്മേളനം.
കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ സമ്മേളനം 1929. ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യ സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചത് 1930 ജനുവരി 26. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തിയത് 1929 ഡിസംബർ 31. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തിയ സ്ഥലം ലാഹോർ രവി നദിക്കരയിൽ. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലം ലണ്ടൻ. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930. ഒന്നാം വട്ടമേശ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് റാംസെ മക്ഡൊണാൾഡ്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് നേതാക്കൾ മുഹമ്മദ് അലി ജിന്ന, മുഹമ്മദ് ഷാഫി. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1931. ഗാന്ധിജി, സരോജിനി നായിഡു തുടങ്ങിയവർ പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നത് മദൻ മോഹൻ മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാനുള്ള കാരണം ഗാന്ധി ഇർവിൻ സന്ധി 1931. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1932. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനം മൂന്നാം വട്ടമേശ സമ്മേളനം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാർ ബി.ആർ. അംബേദ്കർ, തേജ് ബഹാദൂർ സപ്രു. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1916. ഹോം റൂൾ എന്ന വാക്കിൻ്റെ അർത്ഥം സ്വയംഭരണം. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം മദ്രാസിനടുത്തുള്ള അടയാർ. ബാലഗംഗാധര തിലകൻ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം പൂനെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായ ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ റെജിനാൾഡ് ഡയർ. ജാലിയൻ വാലാബാഗിൽ വെടിവയ്ക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയർ. മൈക്കിൾ ഒ ഡയറിനെ വധിച്ച ദേശാഭിമാനി ഉദ്ധം സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവ് രവീന്ദ്രനാഥ് ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ് സർ സി ശങ്കരൻ നായർ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നേതാവ് മഹാത്മാഗാന്ധി. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1920 കൽക്കട്ട പ്രത്യേക സമ്മേളനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാദി ആയിത്തീർന്ന വർഷം 1921. നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാൻ സ്വരാജ് ഫണ്ട് രൂപീകരിച്ച നേതാവ് ബാലഗംഗാധര തിലക്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് ഖൊരഗ്പൂർ ജില്ല. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ കാരണമായത് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നുള്ള പിന്മാറ്റം. സ്വരാജ് പാർട്ടി രൂപീകൃതമായത് 1922 ഡിസംബർ. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി.ആർ. ദാസ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം അലഹബാദ്. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം ബർദോളി സമരം. ബർദോളി സമരം നടന്ന വർഷം 1928. ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ. വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജി.
1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബ്. 1857 വിപ്ലവാനന്തരം നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരി നാനാ സാഹിബ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ്. ബ്രിട്ടീഷുകാർ ബഹദൂർ ഷായെ നാടുകടത്തിയത് റംഗൂൺ, മ്യാൻമർ. ബഹദൂർ ഷാ മരിച്ച സ്ഥലം റംഗൂൺ, മ്യാൻമർ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൂർണ്ണമായും അടിച്ചമർത്തിയ വർഷം 1858. 1857 വിപ്ലവാനന്തരം ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി. 1857 വിപ്ലവാനന്തരം പിൻവലിക്കപ്പെട്ട നിയമം ദത്തവകാശ നിരോധന നിയമം. മുസ്ലിം ലീഗ് രൂപീകൃതമായത് 1906 ഡിസംബർ 30. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആഗാ ഖാൻ. മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് ആഗാ ഖാൻ. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ധാക്ക. മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാൽ. സാരെ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം എഴുതിയത് മുഹമ്മദ് ഇക്ബാൽ. ഉറുദു ഭാഷയിൽ പാകിസ്ഥാൻ എന്ന പദത്തിൻ്റെ അർത്ഥം ശുദ്ധമായ നാട്. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആചരിച്ചത് 1946 ഓഗസ്റ്റ് 16. പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി റഹമത്ത് അലി. ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച നേതാവ് മുഹമ്മദ് അലി ജിന്ന. ലാഹോർ സമ്മേളനം 1940. 1929 14 ഇന തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവ് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ്റെ പിതാവ് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ്റെ പ്രവാചകൻ മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ്റെ ആദ്യ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസ. പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ. പാകിസ്ഥാൻ്റെ തത്വചിന്തകൻ സയ്യിദ് മുഹമ്മദ് ഖാൻ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം 1498. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം പ്ലാസി യുദ്ധം 1757. പ്ലാസി യുദ്ധത്തിൽ ജയിച്ചതും പരാജയപ്പെട്ടത്. ബംഗാൾ നവാബ് സിറാജുദ് ദൗലയെ ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൈവ് തോൽപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം 1600. ലാൽ, ബാൽ, പാൽ എന്നീ ചുരുക്കപ്പേരുകൾ അറിയപ്പെട്ട സ്വാതന്ത്ര്യസമര നേതാക്കൾ ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ. ഇന്ത്യയുടെ വന്യമയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര നേതാവ് ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമായിരുന്ന വ്യക്തി കാനിങ് പ്രഭു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭു. മൊണ്ടേഗു ജെയിംസ് ഫോർഡ് ഭരണപരിഷ്കാരം നടപ്പാക്കിയ വർഷം 1919. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ. ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി ഗാന്ധിജി ഇന്ത്യയിലെത്തിയ വർഷം 1915 ജനുവരി 9. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം 1917. അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കൾ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. മഹാത്മാഗാന്ധി 1920 ആദ്യമായി കേരളത്തിൽ എത്തിയത് എന്തിൻ്റെ പ്രചാരണാർത്ഥം? ഖിലാഫത്ത് പ്രസ്ഥാനം. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്
ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി മഹാദേവ ദേശായി. സ്വാതന്ത്ര്യസമര സേനാനിയും സാഹിത്യകാരനുമായ ആരാണ് മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രശസ്തനായത്? മഹാദേവ ദേശായി. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ബെൽഗാം സമ്മേളനം 1924. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യസമര നേതാവ് ബാലഗംഗാധര തിലകൻ. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ് 1917. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ വ്യക്തി സ്വാമി ദയാനന്ദ സരസ്വതി. ദേശബന്ധു എന്നറിയപ്പെടുന്നത് CR ദാസ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം ഐക്യം, വിശ്വാസം, ത്യാഗം. നിങ്ങളെനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകൾ? സുഭാഷ് ചന്ദ്രബോസ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം രചിച്ച കവി രവീന്ദ്രനാഥ് ടാഗോർ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ക്വിറ്റ് ഇന്ത്യ സമരം 1942. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ആരുടെ വാക്കുകൾ? മഹാത്മാഗാന്ധി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് അബ്ദുൾ ഗാഫർ ഖാൻ. വിശ്വചരിത്ര അവലോകനം, ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യസമര സേനാനി ജവഹർലാൽ നെഹ്റു. നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് 1916 കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ. കുണ്ടറ വിളംബരം 1809 പ്രഖ്യാപിച്ചത് വേലുത്തമ്പി ദളവ. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം 1721. ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം 1805 നവംബർ 20. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആചാര്യ JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ ഇന്ത്യൻ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്യമയോധിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലി. മരണാനന്തരം ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് 1948 ജനുവരി 30. ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.